ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ചുകൊണ്ടാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടെ വനം വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. സിമന്റ് പാലത്തിന് സമീപം ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ച ശേഷമാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പ്രദേശവാസികൾ ഉപയോഗിച്ചു വന്നിരുന്ന റോഡാണിത്. ചിന്നക്കനാൽ വില്ലേജിൽ വനംവകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. BTRൽ ഉൾപ്പെടെ വനംവകുപ്പിന് ഭൂമിയില്ലാത്ത വില്ലേജാണ് ചിന്നക്കനാൽ. എന്നാൽ വനംവകുപ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വാദമെന്ന് നാട്ടുകാർ പറയുന്നു. സോളാർ പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് പോലും ഫോറസ്റ്റുകാർ അത് അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ കൃഷിമേഖല നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ ഇറക്കി വിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഫോറസ്റ്റ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. 4 വർഷം മുമ്പേ പദ്ധതി പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഇതുവരെ ആ പദ്ധതി പൂർത്തിയാക്കാതെ മുതൽ ഫോറസ്റ്റുകാരത് ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള മയിലിനെയും അതുപോലെ തന്നെ ആനയെ ഇറക്കി വിട്ടുകൊണ്ട് ജനങ്ങളുടെ കൃഷിഭൂമി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുൻപ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് കാട്ടാന നശിപ്പിച്ചതിനാൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതാണെന്ന് വനംവകുപ്പ് ദേവികുളം റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. വനംവകുപ്പ് ജണ്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബോർഡ് സ്ഥാപിച്ചതെന്നും അധികൃതർ പറയുന്നു. 2019 ആനയിറങ്കൽ ജലാശയത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1252 ഹെക്ടറിൽ പുതിയ ദേശീയോദ്യാനം സ്ഥാപിക്കുന്നതിന് വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. HNLന്റെ കൈവശമുണ്ടായിരുന്നതും പിന്നീട് പാട്ടക്കാലാവധി അവസാനിച്ചതുമായ ഭൂമി ഉൾപ്പെടെയാണ് ദേശീയോദ്യാനത്തിനായി വനംവകുപ്പ് കണ്ടെത്തിയത്. ബ്ലോക്ക് 7ലെ 83.32 ഹെക്ടർ ഭൂമിയും ബ്ലോക്ക് 8ലെ 281.57 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലമാണ് HNLന് പാട്ടത്തിന് നൽകിയിരുന്നത്. ഇത് വനംവകുപ്പ് കൈവശം വച്ചിരുന്നതാണെന്നും പാട്ടക്കാലാവധി അവസാനിച്ച മുറയ്ക്ക് തിരികെ ഏറ്റെടുത്തുവെന്നുമാണ് വനംവകുപ്പ് അധികൃതരുടെ വാദം. എന്നാൽ പുതിയ ദേശീയോദ്യാനം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെ 1000-ലധികം ഒപ്പുകൾ ശേഖരിച്ച് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകുമെന്ന് ചിന്നക്കനാൽ സിംഗുകണ്ഠം നിവാസികൾ പറഞ്ഞു. ആദിവാസി ഭൂവിതരണം അട്ടിമറിക്കുകയും UNDP ഫണ്ട് മേടിച്ച് നാട്ടുകാർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വനം വകുപ്പിന്റേതാണെന്ന് സ്ഥാപിക്കുന്നതിനും ഇടുക്കി ജില്ലക്കാരെ കുടിയിറക്കുന്നതിനും വേണ്ടി മനഃപൂർവ്വം വനം വകുപ്പ് കൊണ്ടാക്കുന്ന ഒരു നടപടിയായത്. AKRN മന്ത്രിസഭയിൽ 2000 1490 ഏക്കർ സ്ഥലം ആദിവാസിക്ക് പതിച്ചു കൊടുക്കാൻ ഉത്തരവായി. ആ ഉത്തരവിൽ 822 ഏക്കർ സ്ഥലം അനധികൃതമായിട്ട് ഇപ്പം വനംവകുപ്പ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ആയതിന് SC/ST കമ്മീഷന്റെ 2 ഉത്തരവുകൾ നിലവിലുണ്ട്. ഈ ഭൂമി ഇത്ര ദിവസം തിരിച്ചു കൊടുക്കണമെന്ന്. അതിന് പ്രധാനമായിട്ട് ഇവിടെ എതിര് നിൽക്കുന്ന വനംവകുപ്പും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് മൊത്തത്തിൽ ചിന്നക്കനാൽ വനമാക്കണം. വിഷയത്തിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കി. ഈ ബോർഡ് സ്ഥാപിച്ചതിലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള റവന്യൂ അല്ലാതെ ഫോറസ്റ്റ് അധികൃതർ നേരെ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പോരാട്ടം നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പിന്തുണയുമായിട്ട് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഞങ്ങളൊരു കൂട്ടത്തിൽ നിൽക്കാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ഉടനെ തന്നെ സമരത്തിലോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വനംവകുപ്പിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട ചിന്നക്കനാൽ വില്ലേജ് അധികൃതർ വനംവകുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്.